ഗായ്സ്, അപ്പോൾ നമ്മളിതാ വൈകുന്നേരമൊക്കെ ആയതാണ്. അപ്പോൾ നമ്മൾ ഫാമിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും മീൻ കുറച്ച് തീറ്റ കൊടുക്കുകയും അല്ലെങ്കിൽ വരികയാണെങ്കിൽ അവർക്ക് കസ്റ്റമേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഫാമിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഗായ്സ് നമ്മൾ ഫാമിലോട്ട് എത്തിയിട്ടുണ്ട്. അതിന് വരുമെന്ന് നമുക്കറിയില്ല, നോക്കാം. കുറച്ച് സമയം വരുന്നില്ലേ, ഇരുന്ന് നോക്കാം. എന്താ വേണം നിങ്ങൾക്ക്? വാട്ടർ പ്ലാന്റ് വേണം നിങ്ങൾക്ക്? ഓക്കെ, നോക്കിയാ നിങ്ങൾ ഇരുന്നോളി. വാട്ടർ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്കൊരു കുപ്പിയാണ് ആവശ്യം. കുപ്പി നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കാര്യത്തിൽ ഇന്നലെ കുടിച്ചിട്ടാണ്. അപ്പോൾ കഴിച്ച അപ്പോൾ നമ്മൾ പൈപ്പൊക്കെ ഓണാക്കിയിട്ട് നമ്മളത് കഴുകി വൃത്തിയാക്കണം. കാര്യം കുപ്പി നല്ലൊന്ന് കഴുകി വൃത്തിയാക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫിഷിനെ പിന്നെ ഇതാക്കുമ്പോൾ ഫിഷിൻ്റെ മേത്തൊക്കെ നല്ലപോലെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലേഡൊക്കെ വെച്ച് ഒന്ന് മുറിക്കാനാണ് അടുത്ത നെക്സ്റ്റ് പോകാം. അപ്പോൾ കഴിച്ച് ബ്ലേഡ് വെച്ച് മുറിക്കണേ. ഇവിടെ നല്ല മുറിക്കണം. ബ്ലേഡോട് ചെറിയൊരു മാർക്കിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കത്തിരിക്കയാണ്. കത്തിരിക്ക ഇവിടെ എവിടെയോ കിടക്കുന്നത് കണ്ടിന്യൂ. ഇപ്പം നമുക്ക് വാങ്ങാം. ഇത് ആരൊക്കെ കൊണ്ടു വായിച്ചിട്ടുണ്ട്. കത്തിരിക്ക നമ്മൾ കൈ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മുറിച്ചിട്ടാം. മുറിച്ച് മുറിച്ചിട്ട് ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ വാട്ടർ പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കില്ലെന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ കൂർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ലെവലാക്കിയിട്ട് വേണം ചെയ്യാം. കൂർപ്പൊക്കെ ലെവലാക്കി നമ്മൾ വാട്ടർ ബോട്ടിൽ ഈ ഒരു പരിപാടിയിലാക്കിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ള എന്താണ്, കുറച്ച് കടൽക്കല്ലുകളാണ്. കടൽക്കല്ലുകളായിട്ട് നമുക്ക് തപ്പും. കടൽക്കല്ലൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി ആർക്കെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഇതുപോലെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൈസ ഇവിടെ ഒരുപാട് പൂവിൻ്റെ കല്ലും അതൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നമുക്ക് അടിക്കും. പൈസ ഒരുപാട് കല്ലുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ആ രീതിക്ക് നടക്കുന്നത്. കല്ലുകൾ കൊണ്ടുള്ള ഉപകാരം വലുതാണ്. ഈ കല്ലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനി ഇതൊന്ന് കഴുകി എടുക്കണം. എന്നിട്ടാണ് പ്ലാന്റ് ഇതിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്ലാന്റ് ഒക്കെ ഒന്ന് ഇറക്കി വെക്കണമെങ്കിൽ നമുക്കിത് കഴുകാം. നമ്മളിത് കഴുകണേ. കഴുകിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കല്ലിടിഞ്ഞ് പോകാനും അതുപോലെ ഒരുപാട് ചളിയാവാനൊന്നും നിൽക്കരുത്. അങ്ങനെ രീതിയിൽ വേണം അത് കഴുകിയെടുക്കാൻ. അപ്പോൾ ഇതാ കഴുകിയെടുത്തതിന് ശേഷം നമ്മളിതാ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യമുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കഴുകി ശരിയാക്കിയിട്ട് വേണം നമുക്ക് ഇതിലോട് ഫിറ്റ് ചെയ്യാം. പ്ലാന്റ് നമ്മളെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി വാഷിംഗ് മെഷീനിൽ വയ്ക്കണം. അതാണ് നമ്മൾ കഴുകുന്നത്. ഫാനിൻ്റെ ഉള്ളിൽ വാഷിംഗ് മെഷീനുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് നമ്മൾ കഴുകുന്നത്. അപ്പോൾ കഴിച്ചത് നമ്മൾ വാട്ടർ പ്ലാന്റുകൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ കല്ലുകളൊക്കെ കുറച്ചൊരു മാറ്റി കൊടുക്കണം. നമുക്ക് വാട്ടർ പ്ലാന്റുകൾക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ കല്ലെടുത്തിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതാ വാട്ടർ പ്ലാന്റുകൾക്ക് വെച്ചിട്ടുണ്ട്. അവർ തവകൾ വന്നുകൊട്ട കൊന്ന കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ വാട്ടർ പ്ലാന്റ്. പക്ഷേ ഇതുണ്ടാക്കിയിട്ടും ഇത് വെക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടേ. എല്ലാവരും ഞങ്ങളിതാ ഇത് നമ്മൾ റെഡ് കോയിൻ്റെ ടാങ്കിലാണ് വെക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ഭംഗി നോക്കുകയാണെങ്കിൽ സീന് ഭംഗിയിട്ട് നമുക്ക് കാണുന്നുണ്ട്. റെഡ് കോയിൻ്റെ ടാങ്കിൽ ഇടുമ്പോഴും ഇനി ഏത് ചിൽമശീക്കിൻ്റെ ടാങ്കിൽ ഇടുകയാണെങ്കിൽ ഏത് ടാങ്കിൽ ഇടാനും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പ്ലാന്റ്. അപ്പോൾ ഇത് നമ്മൾ ഇവരെയൊക്കെ കൊടുക്കുകയാണ്. പൈസ പ്രാവശ്യം പോയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫിഷിന് തീറ്റിട്ട് കൊടുക്കാം. നമുക്ക് ഫിഷിനൊക്കെ ഒന്ന് തീറ്റിട്ട് കൊടുക്കാം. തീറ്റിട്ട് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് കാര്യം തന്നെ ഇതൊന്ന് പൊടിക്കണം. പൊടിച്ചെടുക്കണം. എന്നിട്ടാണ് തീറ്റിട്ട് കൊടുക്കല്ലേ. അത് നമ്മളിതുപോലെ ഭാഗത്തിരിക്കും. എന്നിട്ട് കുറച്ച് തീറ്റൻ്റെ അടുത്ത് വിതറും. ഇത്ര മതി. ഇത് കൂടുതൽ അപ്പോൾ രാത്രിക്കത്തേക്കും ഒക്കെ കൂടുതലാണ് വൈകുന്നേരം ആയപ്പോൾ ഫിഷിന് നമ്മൾ തീറ്റ കൊടുക്കണേ. ഇനി ഇത്രയും വേണമെന്നില്ല, കുറച്ച് നമുക്ക് ഇതിന് മാറ്റി കൊടുക്കാം. രാവിലെ കൊടുത്തല്ലേ, ഇനി ഇത്രയും വേണമെന്നില്ല. അപ്പോൾ കഴിച്ചതാ നമ്മൾ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. അതിൽ നിന്നാലും നമ്മൾ അതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ മുത്തുപൂച്ച ഇതാ ഇവിടെ ഒക്കെ വന്നിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഒരു ഉദ്ദേശം ഉണ്ട്. മീനെ കട്ടുന്നാണോ എങ്ങനെയൊന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ മുത്തുപൂച്ചൊക്കെ നോക്കിക്കുന്നുണ്ട്. എന്താ വേണ്ടിയൊക്കെ വേണോ? ഒരു വേണോ? മീൻ ഫുഡൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ മീനിൻ്റെ ഫുഡിൻ്റെ അടുത്തൊക്കെ വന്ന് നോക്കണേ. അപ്പോൾ കഴിച്ച് നമ്മളിത് ഫസ്റ്റ് നമ്മൾ റെഡ് കോയിൻ്റെ ടാങ്കിലാക്കാണ് കിട്ടുന്നത്.
ഇനി കുറച്ച് ടൈമിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് എടുക്കല്ലേ സമയം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കാം. റെഡ് കിട്ടുമ്പോൾ ഫുഡ് എടുക്കണില്ല നമ്മളിവിടെ നിന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് ഇനി കോയിലിട്ട് പിന്നെ ചില്ലുമശീക്കിൻ്റെ ടാങ്കിലൊക്കെ ഒരു മണിട്ട് കൊടുത്തപ്പോൾ അത് തിന്നുന്നില്ല. നമ്മൾ കുറച്ചും കൂടി ഇട്ടെടുക്കേണ്ടി വരും. അപ്പോൾ ഇതാ ചില്ലുമശീക്കിൻ്റെ ടാങ്കിലോട്ട് നമ്മളിതാ കുറച്ചും കൂടി തീരെ കൊടുത്തിട്ട് ഔട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട അവർ വേണം ഫീഡ് എടുത്ത് പോയിട്ടുണ്ട്. കണ്ട അവർ നല്ലതുപോലെ ഫീഡ് എടുക്കുന്നുണ്ട് ഗൈസ്. അത് നമ്മൾ ഫീഡ് എടുക്കുന്നത് കാണിക്കുകയാണ് ഇല്ല. അപ്പോൾ ഞങ്ങൾ അതിപ്പോൾ ക്ലിയർ ആയില്ലെങ്കിൽ അപ്പോൾ ഇതാ നമ്മൾ കാണാൻ പോകുന്നത് ഇതാ നമ്മളെ ഫാമൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ എടുക്കുന്ന മീനാണ്. ഇത് മെയിലുണ്ട് ഫീമെയിലുണ്ട്. മെയിലിൽ നമുക്ക് ഇട്ട ടാങ്കിലോട്ട് കുറച്ച് തീറ്റ കൊടുക്കാം. മെയിലിലിട്ട ടാങ്കിലോട്ട് നമ്മൾ ഫീഡ് എടാ മെയിലിനെ കാണല്ലോ. മെയിലൂടെ മെയിൽ ഇതിലോട്ട് ചാടി ഇവിടെ കിടക്കുന്നുണ്ട്. എന്താ അപ്പോൾ അവൻ്റെ കളി. അവരോട് നമുക്ക് കുറച്ചും കൂടി കുട്ടികൾ ടാങ്കിലോട്ട് ഇടിക്കുമ്പോൾ ഇതാ ഞാൻ ഇതൊക്കെയാണ് അവരൊക്കെ വന്ന് ഫീഡ് എടുത്ത് പോയിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനം അവസാനത്തെ ഫീഡിങ് ഇട്ടെടുക്കാൻ പോകുന്നത് ഞാൻ ഫ്ലാറ്റിൽ കൂട്ടി മണക്കാം. അവരെ വന്ന് ഫുഡ് എടുക്കണില്ല. ഒന്ന് വിളിച്ചു നോക്കാം. ഫ്ലാറ്റൊന്നും കാണാൻ കേട്ടോ അവർ ഇഷ്ടമായതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയും ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.